മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വാമിയാണെങ്കിൽ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ മഹിയും ലേഖയും കൂടെ അയാൾക്ക് സംഭാരമെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംഭാരത്തെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട് അദ്ദേഹം. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ലേഖയോട്, നിങ്ങൾക്ക് കുട്ടികളില്ലേ എന്ന് ചോദിക്കുന്നു. ലേഖ പറയുന്നുണ്ട് ഇല്ല എന്ന്. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഒരു ഔഷധ മരുന്നുണ്ടെന്നും അത് ഞാൻ തരാമെന്നും അത് കഴിച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്നെല്ലാം പറയുന്നു. അതിനുശേഷം എൻ്റെ ആശ്രമത്തിലോട്ട് വരാനായിട്ട് പറയുന്നു. ഇത് കേൾക്കുമ്പോഴേക്കും മഹിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. അപ്പോഴേക്കും ലേഖ പറയുന്നുണ്ട്, കാര്യം നടക്കുമെന്നുണ്ടെങ്കിൽ എവിടെ വരാനും തയ്യാറാണ് സ്വാമി എന്ന് പറയുമ്പോഴേക്കും ഇത് കണ്ട് വളരെ സന്തോഷിക്കുകയാണ് സ്വാമി. പിന്നീട് ലേഖയെ വല്ലാത്തൊരു നോട്ടം നോക്കുന്നത് കണ്ട് മഹിക്കാണെങ്കിൽ ചെറിയൊരു സംശയം ഉണ്ടാകുന്നു. അങ്ങനെ മഹിയാണെങ്കിൽ സ്വാമി എന്ന് വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ സ്വാമി ലേഖയിൽ നിന്ന് നോട്ടം തിരിച്ചിട്ട് പറയുന്നു, ഞാൻ മോളെ നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ലേഖയെ അനുഗ്രഹിക്കുന്ന സ്വാമിയാണെങ്കിൽ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ ഞാൻ സഹായിക്കാമെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. അതുപോലെ തന്നെ മഹിയെയും സ്വാമി വിചാരിക്കുന്നുണ്ട്, നിൻ്റെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ നിനക്കും അതേ ഭാഗ്യം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് പൈസ തരാമെന്ന് പറയുന്ന മഹിയോടായിട്ട് ഞങ്ങൾക്ക് പൈസയൊന്നും വേണ്ട, അന്തരീക്ഷത്തിൽ നിന്നും ഭസ്മം എടുത്തതുപോലെ തന്നെ എനിക്ക് പൈസയും എടുക്കാനുള്ള കഴിവുണ്ടെന്നും പക്ഷേ അതിനല്ലല്ലോ നമ്മളെ സർവശക്തൻ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്വാമി അവിടെ നിന്ന് പോകുന്നു. ഇനി ആ മുരടൻ എന്നെ ഒന്നും പറയില്ലല്ലോ എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോകുന്ന സ്വാമി വിചാരിക്കുന്നുണ്ട്, ഇനി പൈസ കിട്ടിക്കഴിയുമ്പോഴേക്കും തമിഴ്നാടെല്ലാം ഒന്ന് മൊത്തം കറങ്ങി കാണണമെന്നെല്ലാം വിചാരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സ്വാമിയുടെ മുഖത്തോട്ട് കുറച്ച് വെള്ളം വീഴുന്നുണ്ട്. അതേസമയം സ്വാമിയാണെങ്കിൽ മുകളിലോട്ടെല്ലാം നോക്കുന്നുണ്ട്. നല്ല വെയിലാണല്ലോ, പിന്നെ ഇപ്പോൾ എവിടെ നിന്നാണ് ഈ വെള്ളം വീണുന്നതെന്നെല്ലാം ഓർത്ത് വളരെ ഭയപ്പെടുന്നു. അപ്പോൾ തന്നെ സ്വാമിയുടെ കണ്ണുകളിൽ ചെറിയൊരു നീറ്റലുണ്ടാകുന്നു. കണ്ണ് തുറന്ന സ്വാമിക്കാണെങ്കിൽ മുന്നിൽ കാണുന്നതൊന്നും പതറിയാണ് കാണുന്നത്. അത് കണ്ട് സ്വാമിയാണെങ്കിൽ ആകെ ഭയക്കുന്നു. എനിക്കെൻ്റെ കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എനിക്ക് വെള്ളം വേണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്വാമി അലറിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകുമ്പോഴേക്കും ഒരു കുളത്തിലോട്ട് വീഴുകയാണ് സ്വാമി. പിന്നീട് സ്വാമി പോയതിന് ശേഷം മഹിയും ലേഖയും കൂടെ സ്വാമി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് വളരെയേറെ സന്തോഷിക്കുകയാണ്. അങ്ങനെ കുഞ്ഞിനെ എല്ലാം ലാളിച്ചു കൊണ്ടിരിക്കുകയാണ് മഹി. അതേസമയം പ്രതാപൻ്റെ ഫോണിലോട്ട് വിളിക്കുകയാണ് കരുണ. എന്നിട്ട് കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഈ ഓണത്തിന് മുമ്പ് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും മോളെ, മോൾ നോക്കിയിരുന്നോ എന്നെല്ലാം പറയുന്നത് കേട്ട് വളരെ സന്തോഷിക്കുകയാണ് നമ്മുടെ കരുണ. പിന്നീട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഇനിയും എൻ്റെ മോളെ വിഷമിപ്പിക്കാനായിട്ട് പറ്റിയില്ല എന്നെല്ലാം പറയുമ്പോൾ ഇനിയൊന്നും വിഷമിക്കേണ്ട ആവശ്യം വരില്ല, അവളുടെ കുഞ്ഞില്ലാതായി അവൾ നെഞ്ചത്തിട്ടടിച്ച് കരയാനായിട്ട് പോവുകയാണ് അമ്മേ, ഇനി സമാധാനമായിട്ട് നമുക്കിരിക്കാമെന്നെല്ലാം പറയുന്നു. പ്രതാപൻ്റെ ആ കാര്യം നടന്നില്ല എന്നറിഞ്ഞ് പ്രതാപനാണെങ്കിൽ ആ ജാനമ്മയുടെ മകനെ തേടിപ്പിടിച്ച് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ജാനമ്മയുടെ മകനെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാനായിട്ട് പറ്റുള്ളൂ, നീ വിചാരിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നെല്ലാം പറയുമ്പോഴേക്കും ജാനമ്മയുടെ മകൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അതേസമയം പ്രതാപൻ പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. നിൻ്റെ അമ്മയെ കൊണ്ട് നിസ്സാരമായിട്ട് അത് ചെയ്യാനായിട്ട് കഴിയും, അതുകൊണ്ട് അമ്മയെ കൊണ്ട് അത് പറഞ്ഞ് ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നു. പ്രതാപം പറഞ്ഞതനുസരിച്ച് ജാനമ്മയുടെ മകൻ ജാനമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യണം, നല്ല രീതിക്ക് നമുക്ക് പൈസ കിട്ടുന്ന കാര്യമാണ്, ലക്ഷങ്ങൾ തന്നെ കിട്ടും എന്ന് പറയുമ്പോഴേക്കും ജാനമ്മ പറയുന്നുണ്ട്, എൻ്റെ മോനെ കുഞ്ഞൊരു കൊച്ചാണ്, അതിനെ ഞാൻ എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയെ അവിടെ ആർക്കും ഒരു സംശയവുമില്ല, അതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നെല്ലാം പറയുമ്പോഴേക്കും ജാനമ്മയാണെങ്കിൽ മനസ്സോടുകൂടി അത് സമ്മതിക്കുകയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ കരുണയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അവിടെ വന്നത് കുഞ്ഞിനെ കാണാനായിട്ട്, എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ നീ വന്നതെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, അതെന്താ കണ്ണേട്ട അങ്ങനെ പറയുന്നത്, എനിക്ക് കുഞ്ഞിനെ കാണാൻ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ വന്നതെന്നും അതുകൊണ്ട് കണ്ണേട്ടൻ വിചാരിക്കുന്നതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട് കരുണ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.